ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട്, ചില കാര്യങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ കേട്ട് കാണും, എങ്കിലും ക്ഷമിക്ക്, വളരെ ഇതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൽപ്പനയൊക്കെ അനുസരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. കർത്താവ് എങ്ങാനും നമ്മളോടൊരു കാര്യം പറയുകയാണെന്ന് വെച്ചോ, കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ എന്തെങ്കിലും കൈപോക്കി രക്ഷിക്കപ്പെട്ടതാണല്ലോ, അത് മതി, നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും, നിങ്ങൾ കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും വഴക്കുണ്ടാക്കിയാലും അടിയുണ്ടാക്കിയാലും എങ്ങനെ ജീവിച്ചാലും അതൊന്നും നിങ്ങൾ രക്ഷയെ ബാധിക്കുന്നില്ല, ഞാൻ നിങ്ങളെ എൻ്റെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, നിങ്ങൾ എങ്ങനെ വേണം ജീവിച്ചോ, ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് യുവർ സാൽവേഷൻ, ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് യുവർ ഇറ്റേണിറ്റി, ഐ എം ഗോയിങ് ടു ടേക്ക് യു ടു ഹെവൻ, നിങ്ങൾ എങ്ങനെ വേണം ജീവിച്ചോ, അതൊന്നും ബാധകമല്ലെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുമെന്നാലും പ്രതീക്ഷിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ കാണാൻ കർത്താവ് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന പോലെ ആയിരിക്കുമോ നിങ്ങൾ ജീവിക്കുന്നത്? അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമുക്കിങ്ങനെ വലിയ ആവേശം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നത് പേടിച്ച കാര്യം. അതെങ്ങാനും കാണിച്ച് കൂടി പിന്നെ നമ്മൾ രക്ഷയെ കാണാൻ പോയി നരകത്തിൽ കാണാൻ പോയി കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. പക്ഷേ കർത്താവ് ഇവിടെ പറയാണ്, നിങ്ങൾ ഇനിമേൽ കൽപ്പന അനുസരിക്കുന്നത് പേടിച്ചിട്ടല്ല, കൽപ്പന അനുസരിച്ചാൽ കുറച്ച് പ്രതിഫലം കിട്ടുമെന്ന് വെച്ചുമല്ല, കൽപ്പന അനുസരിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവകൽപ്പനയുടെ അനുസരണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരണാ ഘടകം സ്നേഹമായി തീരുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ശിഷ്യനായിത്തീരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? വൈ ഐ ഒബേ ഗാഡ്, മറ്റൊന്നും കൊണ്ടല്ല, ബിക്കോസ് ഐ ലവ് ഹിം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് കഴിയില്ല. അത് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നൊന്നും ആലോചിക്കാനൊന്നും എനിക്ക് നേരമൊന്നുമില്ല. ഇറ്റ് ഡസൻറ്റ് അഫക്ട് മീ. എനിക്ക് സ്വർഗത്തേക്കാൾ വലുതാ യേശു. ആ യേശുവിനെ വിഷമിപ്പിക്കാൻ, ആ യേശുവിനെ പ്രയാസപ്പെടുത്താൻ, ആ യേശുവിന് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ യേശുവിനെ ഒരു പ്രയാസം ഉണ്ടാക്കാൻ എനിക്ക് കഴിയത്തില്ല. അങ്ങനെ കഴിയുന്നെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പാലിക്കും. പക്ഷെ അതേസമയം മാനുഷികമായി നിങ്ങൾക്ക് എൻ്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ശക്തിയും ഇല്ല. നമ്മളെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലേ? ആർക്ക് ആഗ്രഹമില്ലാത്ത എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്തുകൊണ്ടില്ല? അത് ബ്രദറെ, ശരീരത്തിലല്ലയോ നമ്മൾ ജീവിക്കുന്നത്. ഇതാ നമ്മുടെ അടുത്ത വൃത്തം. എന്തുകൊണ്ട്? നമുക്കതിനുള്ള ശക്തിയില്ല. നമുക്കതിനുള്ള ശക്തിയില്ല എന്നുള്ളത് കർത്താവിന് അറിയാം. എന്നാൽ അതിനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് നീ കുറച്ചനുസരിച്ചാൽ മതി എന്ന് കർത്താവ് പറയത്തില്ല. നമ്മളൊക്കെ അങ്ങനെ പറയുന്നത്, എന്നാൽ ആവോളം, നമ്മളാൽ ആവോളം. നമ്മളാൽ ആവോളം എന്ന് പറയുന്നൊരു വാക്ക് ക്രിസ്തീയമായ വാക്കല്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്കില്ല. നമ്മളാൽ ആവോളം എന്ന് പറയുന്നതല്ല വിശുദ്ധ ജീവിതത്തിന്റെ മാനദണ്ഡം. ദൈവം നമുക്കൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അതിൽ കുറഞ്ഞൊരു കാര്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, റിഡക്ഷൻ സൈഡില്ല. എനിക്ക് ശക്തിയില്ല, പക്ഷേ എന്നെ ശക്തീകരിക്കുവാനായിട്ട് കർത്താവ് ഒരാളെ അയച്ചിരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ വാക്യത്തോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ് ആൻഡ് ഐ വിൽ ആസ്ക് മൈ ഫാദർ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ മോളിൽ പറഞ്ഞുകൊണ്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് വാക്ക്. അല്ലാതെ ഇത് രണ്ട് പാസേജ് അല്ല, ഒരേ പാസേജാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ, അതായത് ആ കൽപ്പന കാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ പിതാവിനോട് ചോദിക്കും. പിതാവ് നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ അല്ലെങ്കിൽ ഒരു കംഫർട്ടർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ, അതല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പരാക്ലിത്തോസ് പറഞ്ഞാൽ ഒത്തിരി അർത്ഥമുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട അർത്ഥം ഒരു സ്ട്രെങ്തനർ എന്നാണ്. എ പേഴ്സൺ ഹു സ്ട്രെങ്തൻസ് യു ടു ഫുൾഫിൽ ദ മിഷൻ ദാറ്റ് ഇസ് സെറ്റ് അപ്പോൺ യു. നിങ്ങളുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ നിർവഹിക്കുവാൻ. എന്താണ് ദൗത്യം? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ആ ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾക്ക് ശക്തിയില്ലാത്തപ്പോൾ നിങ്ങളെ ശക്തീകരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് ചോദിച്ച് ഒരു ശക്തിപ്പെടുത്തുന്ന സ്ട്രെങ്തനറെ അയച്ചു തരും. അവനാണ് പരിശുദ്ധാത്മാവ്. ഞാനൊരു കയ്യാല അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറാനായിട്ട് എനിക്ക് കാലെടുത്ത് വെച്ചിട്ട് കയറാൻ പറ്റത്തില്ലെങ്കിൽ മോളിൽ നിന്നിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? എൻ്റെ കൈ പിടിച്ചിട്ട് ഞാനിങ്ങനെ നേരെ കയറി വരുന്നു. ആ കൈ പിടിച്ച് കയറ്റുന്ന വ്യക്തിയെ എന്ത് വിളിക്കാമോ അതാണ് ഇവിടെ പാരാക്ലിത്തോസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്? എനിക്കതിനുള്ള ശക്തിയില്ലല്ലോ. യെസ്, പക്ഷേ കർത്താവിന്റെ പ്രത്യേകത, അവൻ എന്ത് നമ്മളോട് ആവശ്യപ്പെട്ടാലും അത് നിർവഹിക്കാൻ ആവശ്യമായ റിസോഴ്സും കൂടി അവൻ അതിനോട് ഒരുമിച്ച് തന്നിരിക്കും. എന്താണ് റിസോഴ്സ്? അവന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോഴത്തെ ഇവിടുത്തെ എക്സജസിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, അവന്റെ പ്രവൃത്തി ചെയ്യാനും അവന്റെ കൽപ്പനകൾ അനുസരിക്കാനുമാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പോയാലും നിങ്ങൾ എൻ്റെ പ്രവൃത്തി ചെയ്യും, ഞാൻ പോകുന്നത് കൊണ്ട്
ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. 2, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അവന്റെ പ്രവൃത്തി നമ്മിൽ നാം തുടരുന്നതിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? അവന്റെ ആത്മാവ് നമ്മിൽ വസിച്ചാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ യേശു തന്നെ നമ്മിൽ വസിച്ചെങ്കിലേ പറ്റുള്ളൂ. കാര്യം യേശു പറയാണ്, ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികളുണ്ടല്ലോ, ഞാൻ തനിയെ ചെയ്തതൊന്നുമല്ല, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്തതാണ് എന്നതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ നിങ്ങളിൽ വസിച്ചുകൊണ്ട് നിങ്ങളിലൂടെ ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുമായിട്ട് ചേർന്ന ഇവിടുത്തെ പ്രാർത്ഥന, അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ. നമ്മൾ ഈ വേദഭാഗം ഒന്ന് അടർത്തിയെടുക്കും. നോക്ക്, ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്നും പറയുന്ന ഒരു ഭാഗമല്ലല്ലോ, ആണോ? ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് കർത്താവ് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യും. പ്രേയറിനെ കുറിച്ചുള്ളൊരു പാസേജ് അല്ല. എന്തിനെ കുറിച്ചുള്ള പാസേജാണ്? യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുക, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുക. അതിന് ഇടയ്ക്ക് കൊണ്ട് ലിങ്ക് ചെയ്ത് എന്താണ് സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ് പ്രേയറിനെ കുറിച്ച് 2 പാസേജ്, 2 വേഴ്സസ്. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ പ്രേയർ അതാണെന്നാ അതിൻ്റെ അർത്ഥം. എന്താ എൻ്റെ പ്രാർത്ഥന? എൻ്റെ പ്രാർത്ഥന, കർത്താവേ, നീ എന്നിൽ വസിച്ചുകൊണ്ട് നിന്റെ പ്രവൃത്തി ചെയ്യണമേ. അതാണ് എൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഞാൻ പറയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ കൽപ്പന അനുസരിക്കാനുള്ള ശക്തി എനിക്കില്ല. പക്ഷെ ആ പരിശുദ്ധാത്മാവെൻ്റെ കൈ പിടിച്ച് നിന്റെ ജീവിതം ജീവിക്കാൻ എന്നെ പ്രാപ്തമാക്കും നിലയിൽ നിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ എന്നെ സഹായിക്കണേ. അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പാസേജ് വായിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിന്ന് പറഞ്ഞ ഭാഗത്ത് പറയുന്ന കാര്യമല്ല. ഇറ്റ് ക്ലിയർലി സേസ്, യു ആസ്ക്, നീ ആവശ്യപ്പെടുക, നീ പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ പ്രവൃത്തി ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക, എന്നിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് അവന്റെ നാമത്തിൽ അപേക്ഷിക്ക്, അങ്ങനെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്തും തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞാട്ടെ, അതെല്ലാം എന്തും. ഇതും പറയുന്ന കാര്യത്തിലല്ല ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. അവനിൽ വസിച്ചുകൊണ്ട്, അവൻ എന്നിൽ വസിച്ചുകൊണ്ട്, എന്നിലൂടെ അവൻ അവന്റെ പ്രവൃത്തി നിർവഹിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. എൻ്റെ പ്രാർത്ഥന അതാ, കർത്താവേ എന്നിൽ വസിച്ചുകൊണ്ട് നീ എൻ്റെ പ്രവൃത്തി ചെയ്യണേ. കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ ആ സ്ട്രെങ്ത് എന്നെ ഒന്ന് ശക്തീകരിക്കാനായിട്ട് നിന്റെ ആത്മാവിനെ ഒന്ന് അയക്കണമേ. എൻ്റെ കൈ ഒന്ന് പിടിച്ചാട്ടെ. ഞാൻ പലപ്പോഴും കയറാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഞാൻ ഈ കടമ്പ ചാടിക്കിടക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഈ പാപത്തിൻ്റെ കടമ്പ കടക്കാനായിട്ട് എനിക്ക് പലപ്പോഴും കഴിയുന്നില്ല. എനിക്ക് ശക്തിയില്ല. എനിക്ക് സ്നേഹമുണ്ട് നിന്നോട്, പക്ഷേ സ്നേഹമുണ്ടെങ്കിലും നിന്റെ കൽപ്പന അനുസരിക്കാനുള്ള ശക്തി എനിക്കില്ല. എൻ്റെ കയ്യിലൊന്ന് പിടിക്കണേ. അതാ പ്രാർത്ഥന. അത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നോക്ക്, ഞാൻ പറഞ്ഞല്ലോ, റിസോഴ്സസ് ആവശ്യമായിരിക്കുന്നത് മിഷൻ നടത്താൻ വേണ്ടി മാത്രമല്ല, റിസോഴ്സസ് ആവശ്യമായിരിക്കുന്നത് കുടുംബസന്ധാരണത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല. റിസോഴ്സസ് ആവശ്യമായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ ജീവിതം ജീവിക്കാനും യേശു കർത്താവിൻ്റെ മനസ്സോടുകൂടെ ശരീരത്തിൽ ഇവിടെ ജീവിക്കാനും എനിക്ക് അസാമാന്യമായ നിലയിൽ റിസോഴ്സസ് ആവശ്യമുണ്ട്. അത് ഭൗതികമായ റിസോഴ്സസ് ഒന്നുമല്ല, സ്പിരിച്വൽ പവർ. ഐ നീഡ് സ്പിരിച്വൽ പവർ. അത് ചാടിയാലും തുള്ളിയാലും ഒന്നും കിട്ടുന്നൊന്നുമല്ല. അങ്ങനെ ചാടിയാലും തുള്ളിയാലും ഒന്നും യേശു ജീവിച്ച പോലെ ഒന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല. എന്താണ് ആവശ്യമായിരിക്കുന്നത്? അവൻ്റെ ആത്മാവ് എന്നിൽ വസിക്കണം. അവൻ എന്നിൽ വസിക്കണം. അവൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കൈ പിടിക്കണം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഹി വിൽ ബി വിത്ത് യു ഫോർ എവർ. അവനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. അതാണ് റിസോഴ്സ്. പ്രിയമുള്ളവരെ, പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. ആ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, ആത്മാവിനെ അനുഭവിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം എന്നെക്കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നു? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കും. സെയിം മൈൻഡ്, വേറെ മൈൻഡ് ഒന്നുമല്ല, ദ സെയിം മൈൻഡ് അതുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഈ ഭാവം വായിക്കുമ്പോഴത്തേക്ക് അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് നമുക്ക് കഴിയുമെന്നാണ് പൗലോസ് പറയുന്നത്, അല്ലാതെ കഴിയത്തില്ല എന്നല്ല. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പരിധി വരെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, ഇത് ഒരു പരിപാടി നടക്കത്തില്ലെന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തോന്നിയേക്കാം. പക്ഷെ അത് കറക്റ്റ് അല്ല. സോ ഇഫ് ദർ ഈസ് എനി എൻകറേജ്മെന്റ് ഇൻ ക്രൈസ്റ്റ്, എനി ഇൻസെന്റീവ് ഓഫ് ലവ്, എനി പാർട്ടിസിപ്പേഷൻ ഇൻ ദ സ്പിരിറ്റ്, ആൻഡ് എനി അഫെക്ഷൻ ആൻഡ് സിമ്പതി,
ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക. ഇവിടെ വായിക്കുമ്പോഴേ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കും, ഈഫ് ഉണ്ടെങ്കിൽ, വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, വല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. ഭയങ്കര കഷ്ടമായി പോയി, നിങ്ങൾക്ക് ഒരാശ്വാസവും ഇല്ലല്ലോ, നിങ്ങൾക്ക് ഒരു സ്നേഹത്തിന്റെ ആശ്വാസവും ഇല്ല, നിങ്ങൾക്ക് ഒരു പ്രബോധനവും ഇല്ല. അങ്ങനല്ല അതിന്റെ അർത്ഥം. ശരിക്കും പാസേജ് പഠിച്ചിട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ ഉണ്ടെങ്കിൽ എന്നല്ല. അതായത് യേശുക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾക്കുണ്ടാകാൻ കഴിയും, നിങ്ങൾക്ക് ഏക മനസ്സുള്ളവരാകുവാൻ കഴിയും, നിങ്ങൾക്ക് ഏകഭാവം ഉണ്ടാകുവാൻ കഴിയും. എന്തുകൊണ്ട് കഴിയും? കാരണം അതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് there is encouragement in Christ. ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടല്ലോ, ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടല്ലോ, സ്നേഹത്തിന്റെ ആശ്വാസം ഉണ്ടല്ലോ, ആത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടല്ലോ, ആർദ്രതയും മനസ്സലിവും ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി തീരുവാൻ കഴിയും. കഴിയത്തില്ലെന്നല്ല, കഴിയും. പക്ഷെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വല്ല എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ സഭയിലൊന്നും ഇല്ല എന്നുള്ള നിലയിലാണ് പറയുന്നത്. അങ്ങനല്ല, ഇറ്റ് ഈസ് ദെയർ, ഉണ്ടല്ലോ, നിങ്ങളിൽ അതുണ്ടല്ലോ, നിങ്ങളിൽ ക്രിസ്തുവിന്റെ പ്രബോധനം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ആ റിസോഴ്സ് കിടക്കുന്നത് കൊണ്ടാണ്, ഇത്രയും റിസോഴ്സസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? യേശു ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാക്കുവാൻ കഴിയുന്നത്. ഇത് ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ അതിന്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രം പെട്ടെന്ന് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, വല്ല പ്രബോധനവും എന്നല്ല, ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടല്ലോ, ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാക്കുവാൻ കഴിയും. ഇതാണ് ഇതിനകത്ത് പറയുന്ന കാര്യം. എന്നാൽ ഈ പ്രബോധനം എന്ന വാക്ക് കുറെ കൂടെ അർത്ഥവ്യത്യാസമുള്ള ഒരു വാക്കാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് there is encouragement in Christ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് പ്രോത്സാഹനമുണ്ടെന്നാണ്. പ്രബോധനം എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ കൃത്യമായ വാക്കെന്താണ്? പ്രോത്സാഹനം. യേശു ക്രിസ്തുവിന്റെ ഭാവം നമ്മിൽ ഉണ്ടാകേണ്ടതിന് കർത്താവ് നമ്മളെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതും ഒരു ധാർമ്മിക ശിക്ഷണ നിയമം നടപ്പിലാക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യാസമാണ്. അവിടെ എൻകറേജ്മെന്റ് അല്ല ഉള്ളത്. അവിടെ പലപ്പോഴും എന്താണ്? ഏതെങ്കിലും കാരണവശാൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അടിയാണ് അവിടെ, അല്ലെങ്കിൽ ശിക്ഷയാണ്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? എൻകറേജ്മെന്റ് ആണ്, പ്രോത്സാഹനമാണ്. പല സമയത്തും യേശുവിന്റെ ഭാവം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോഴും കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, എൻകറേജ് ചെയ്യും. ഈ എൻകറേജ്മെന്റ് ആണ് നമ്മളെ വളർത്തുന്നത്. ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണിത്. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തന്നെ പെർഫെക്റ്റ് ഒന്നുമല്ല. പെർഫെക്റ്റ് ആണോന്ന് ചോദിച്ചാൽ ആന്നു, പക്ഷേ മച്യൂർ അല്ല. മച്യൂർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിലയിൽ മച്യൂർ ആണ്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള പൂർണ്ണതയല്ല. എന്നാൽ അതിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണത ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇപ്രാവശ്യം ആഫ്രിക്കയിലുണ്ടായിരുന്നപ്പോൾ ഒരു പാസ്റ്ററിനോട് ചോദിച്ചു, എങ്ങനെയാ ഇപ്പം യേശു ക്രിസ്തുവിന്റെ കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ യു സേ ദാറ്റ് യു നീഡ് ടു ലിവ് ലൈക്ക് ജീസസ് ലിവ്ഡ്, യേശു ജീവിച്ച പോലെ ജീവിക്കുന്നത് പറയുന്നു. നമ്മളാരും അങ്ങനെ ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിട്ടില്ല. നമ്മൾ എപ്പോഴാ പൂർണ്ണരാകുന്നത്? അപ്പം അത് പറ്റുമോ? അത് നടക്കുമോ? അത് ഏതെങ്കിലും കാലത്ത് നടക്കുമോ?